പിന്തുണച്ച നടൻ ടൊവിനോയുടെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധിക്കുകയാണ്. ഇരിഞ്ഞാലക്കുടയിലെ വീടിന് മുന്നിലേക്ക് വായ മൂടിക്കെട്ടി യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. ജേസൺ നിക്ക് ഒന്നുകൂടി കാണിക്കാനുണ്ടെന്നേ, ഒന്നുകൂടി ഉണ്ട്. ടൊവിനോ തോമസിന് ഐക്യദാർഢ്യം എന്ന് വിളിച്ചുകൊണ്ട് SFI-കാരാണ് അവിടെ സമരം ചെയ്യുന്നത്. SFI DYFI പിള്ളേരാണ് അവിടെ സമരം ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം കണ്ടത് നമ്മുടെ കേരളത്തിലെ ABUP-കാര് സമരം ചെയ്യുന്നതാണ്. അത് ടൊവിനോ തോമസിന് എതിരെയുള്ള സമരമാണ്. ടൊവിനോ തോമസിന്റെ കോലം കത്തിക്കാനുള്ള സമരമാണ്. ടൊവിനോ തോമസ് അപമാനിക്കാനുള്ള സമരമാണ് എന്ന് തന്നെ പറയും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ABUP-കാർ അല്ലെങ്കിൽ BJP-കാര് അദ്ദേഹത്തിന് വീട്ടിൽ പോയി നിന്നുകൊണ്ട് സമരം ചെയ്യുന്നത് എന്ന് അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമരം ചെയ്യുന്ന ആൾക്കാരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും നമുക്ക് ആർക്കും കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇറങ്ങിയിരുന്നില്ല ആള് പോലും BJP-കാരും ഉണ്ടായിരുന്നില്ല. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണ് ടൊവിനോ തോമസിനെതിരെ ഇങ്ങനെ സമരം ചെയ്യാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. ടൊവിനോ തോമസ് മാത്രമല്ല കഴിഞ്ഞ ദിവസമുള്ള ഈ CJP സമരത്തിന് അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഉള്ളത്. ടൊവിനോ തോമസ് കൃത്യമായിട്ടിട്ടുണ്ട്, എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: റൈറ്റ് ആൻഡ് റോങ് മേ ബി റിലേറ്റീവ്, ബട്ട് ദിസ് ഈസ് സെർട്ടൻലി നോട്ട് ദ വേ ടു ഹാൻഡിൽ എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. ശരിയോ തെറ്റോ എന്തുമാകട്ടെ, അത് എന്തെങ്കിലും ആകട്ടെ, പക്ഷെ ഇങ്ങനെയല്ല സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടും ടൊവിനോ തോമസ് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ടൊവിനോ തോമസിന്റെ വീട്ടിൽ ഇന്ന് ABUP-കാര് BJP-കാര് സമരം നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കൊന്നും ആർക്കും പ്രതികരിക്കാനുള്ള അവകാശമില്ലേ? പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നമ്മുടെ നാട്ടിൽ നോക്കൂ, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പേപ്പർ ലീക്ക് കേസിൽ പെടുകയും അതിന്റെ ഭാഗമായിട്ട് 1, 2, 3 പിള്ളേർ മരിക്കുകയും, 1, 2, 3 വേണ്ട, ഒരു കുട്ടിയെങ്കിൽ മരിക്കുകയും ചെയ്തു, ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്രതികരിക്കും, ഇല്ലേ? ഈ പറയുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ തീർച്ചയായിട്ടും തെരുവിലിറങ്ങും, പ്രസംഗിക്കും, നമ്മൾ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യും, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടും, രാജി വെപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ യുവജന ശക്തികളെല്ലാം കൂടി ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, 22ഓളം കുഞ്ഞുങ്ങളാണ്, 22ഓളം ആളുകളാണ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞത്. അവര് പ്രതീക്ഷ തകർന്നതിന്റെ ഭാഗമായിട്ട്, അവരെ പ്രതീക്ഷ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് 22ഓളം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത്. പേപ്പർ ലീക്ക് ചെയ്യുകയാണ്. 30,000, 40,000, 1 ലക്ഷവും 2 ലക്ഷവും 30 ലക്ഷത്തിനടക്കം മേടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ആ നീറ്റ് പേപ്പർ മേടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അങ്ങനെ കള്ളത്തരത്തിലൂടെ ഡോക്ടറും മറ്റും ആവാനുള്ള താല്പര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ചില ആളുകൾക്കുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അത് രസകരമല്ല ഭീകരമായിട്ടുള്ള കാര്യം, BJP നേതാക്കളുടെ മക്കൾക്കാണ് ഇത് പലതും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്തരം പേപ്പറുകൾ, ഇതിനെതിരെ ഒരു സമരം ചെയ്യാൻ നമുക്ക് ആർക്കും സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ പേപ്പർ ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദി വേണ്ടേ? തീർച്ചയായിട്ടും അത് സെൻട്രലിലെ വിദ്യാഭ്യാസ മന്ത്രി അല്ലാതെ പിന്നെ ആരാണ്? അതുകൊണ്ടാണ് കേരളത്തിലെ ഇങ്ങനെ നടന്മാരെല്ലാം ഓരോരുത്തർ സമരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, ഇന്നലെ ഇന്നുമായിട്ട് ഇതിന് എതിരെ ഈ ഒരു CJP-ക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ നിന്ന് സംസാരിച്ച ആളുകൾ ആരൊക്കെയാണ്? ഇന്ന് പിന്തുണച്ച ഇന്ദ്രജിത്ത് വന്നിട്ടുണ്ട്, ചാക്കോച്ചൻ വന്നിട്ടുണ്ട്, നിഖില വന്നിട്ടുണ്ട്, ഹാഷിർ വന്നിട്ടുണ്ട്, നസ്ലിൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ഇന്ദ്രജിത്തിനെ മാറ്റി നിർത്തിക്കോളൂ, നിഖിലയെ മാറ്റി നിർത്തിക്കോളൂ, ഹാഷിറിനെയും നസ്ലിനെയും ചാക്കോച്ചനെയും തീവ്രവാദികളായിട്ട് മുദ്രകുത്തും. ഇവിടെ ഹാഷിർ നസ്ലിനും മുസ്ലിമുകളായതുകൊണ്ട് അവർ മുസ്ലിം തീവ്രവാദിയായിട്ട് ചാപ്പ കുത്തപ്പെടുകയും ചാക്കോച്ചനൊക്കെ വേണമെങ്കിൽ ക്രിസ്ത്യൻ തീവ്രവാദികളായിട്ട് ചാപ്പ കുത്തുകയും ചെയ്യും. ഇവര് മാത്രമല്ല, ഇവര് പറഞ്ഞ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ആയുധങ്ങൾ കൊണ്ട് നേരിടുന്ന നിങ്ങളുടെ ഭയത്തെ എല്ലാ ബഹുമാനത്തോടെയും നേരിടും. എന്റെ രാജ്യം, എന്റെ രാജ്യം, എന്റെ രാജ്യം. സിജു സണ്ണി പറഞ്ഞതാണ്. ഒരു ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പരീക്ഷണം പ്രതിഷേധങ്ങളല്ല, മറിച്ച് അതിനോട് ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. നിഖില വിമൽ പറഞ്ഞതാണ്. അനീതി നിയമമാകുമ്പോൾ പ്രതിരോധം കടമയാകുന്നു എന്നാണ് നസ്ലൈൻ എഴുതി വെച്ചിട്ടുള്ളത്. എത്ര ഗംഭീരമായിട്ടുള്ള പ്രതിഷേധമാണ്!
സമാധാനം പുലരട്ടെ, നമ്മുടെ ഭാവി തലമുറയെ തകർത്തു തരിപ്പണമാക്കരുത്. ജയ് ഹിന്ദ്. കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതാണ്. അധികാരത്തിലുള്ളവരെല്ലാം ശക്തമാണ്, ജനങ്ങളുടെ ശക്തി. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. യുവത്വത്തിന്റെ ശബ്ദമടക്കുന്ന ഒരു രാജ്യം സ്വന്തം ഭാവിയുടെ ശബ്ദമാണ് ഇല്ലാതാക്കുന്നത്. ഗ്രേസ് ആന്റണി പറഞ്ഞതാണ്. ജനപ്രതിനിധികൾ ദൈവങ്ങളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാജ്യത്തേക്കാൾ വലുതുമല്ല എന്ന് ഹാഷിറാണ് എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഇന്ത്യയിലുള്ള ഒരുപാട് നടന്മാർ, മലയാളത്തിലുള്ള ഒരുപാട് നടന്മാർ പ്രതിഷേധിക്കുമ്പോൾ ഹിന്ദി സിനിമാ ലോകത്തെ മഹാ നടന്മാരുടെ ഇന്നും വായ തുറന്നിട്ടില്ല. അവന്മാരുടെയൊക്കെ വായിൽ വാഴപ്പഴം വേറെ എന്തെങ്കിലുമൊക്കെ പഴം തിരികെ കയറ്റി കുത്തിരിക്കുകയാണെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്നു സുഹൃത്തുക്കളെ. എന്തൊക്കെയായാലും ഇപ്പോഴിതാ ഇന്ന് നമ്മുടെ നടനായിട്ടുള്ള ടൊവിനോ തോമസിന്റെ വീട്ടിന് മുമ്പിൽ ഇവരൊരു മടിയും കൂടാതെ അങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ രാഷ്ട്രീയ ബോധ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നിശബ്ദരാവുകയാണെങ്കിൽ ബൈ.